ഇവൻ അങ്ങനെ ഈസിലി പ്രൊവോക്ഡ് ആവണ അങ്ങനെയല്ല, കുറച്ച് സോഷ്യലൈസ്ഡ് ആണ് ആൾക്കാരൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ അടുത്തൊരാളെ കാണിച്ചു, ആള് വരുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്. അങ്ങനെ പെണ്ണുങ്ങളെയൊന്നും ഇഷ്ടമൊന്നുമില്ല. കുമ്പിളയുടെ ഒരു അപ്രോച്ച് ഒന്നും ഈ മറ്റേ ടൂ മച്ച് ചക്കര എന്നൊക്കെ പറഞ്ഞത് കെട്ടിപ്പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഞങ്ങളുടെ ഡോഗ്സ് അത്ര അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. വന്ന് കെട്ടിപ്പിടിച്ച് ഓവറായിട്ട് സ്നേഹം കാണിക്കുന്നവർക്ക് അങ്ങനെ അത് അലോ ചെയ്യും, നമ്മളെ അലോ ചെയ്യും. വെളിയിൽ നിന്നുള്ള ആൾക്കാര് അങ്ങനെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇതിൽ നിൽക്കുന്നത്. അതാണ് എനിക്ക് നിങ്ങളുള്ള ധൈര്യത്തിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. ഇവനെ എത്ര വലിയ പ്രായമൊന്നുമില്ല, 1 വയസ്സായതേ ഉള്ളൂ. ആ ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ആളെ കാണാം. മതിയായി കണ്ട് ബൈ. വയനാടോ ഇതല്ലേ കൊണ്ട് വാ, ഒന്ന് നടന്നിട്ട് വരാം. മതി, വാ വാ, പോട്ടെ. ഇപ്പൊ മനസ്സിലായി ട്രിഗർ അവിടെ എങ്ങനെയാണ്. ഞാൻ അടുത്ത എനിക്ക് ചേച്ചിയെടുത്ത് ചോദിക്കാനുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും യൂഷ്വലി ചേച്ചിയോട് ചോദിച്ച് മടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് അല്ലെങ്കിൽ ബോഡി ഷേമിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചേട്ടൻ്റെ എന്തെങ്കിലും സംസാര രീതികളായിരിക്കാം, ലൈക്ക് ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലും കിട്ടാൻ കണക്കിനിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുമല്ലോ, ഒരു അഭിപ്രായം കാണുമല്ലോ. നിങ്ങൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നത്? നെഗറ്റീവ്സിനെയൊക്കെ അപ്പത്തെ മൂഡ് പോലെ, നമ്മൾ ഏത് മൂഡിലിരുന്നാണ് കമന്റ് കാണുന്നതെന്നുള്ളത് പോലെ ഇരിക്കും. പേഴ്സണൽ ആയിട്ടിരിക്കുന്ന സമയത്താണ്, അതാണ് സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് കാണണമെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് എടുക്കും. പേഴ്സണൽ ആയിട്ട് എടുക്കും. ചിലപ്പോൾ തിരിച്ച് കമന്റ് റിയാക്ട് ചെയ്യും, ചിലപ്പം മെസ്സേജിൽ നല്ല വഴക്കാവുമായിരിക്കും. അത് ആ ഒരു മൂഡ് പോലെ ഇരിക്കും. മോസ്റ്റ്ലി കമന്റ്സ് വായിക്കാൻ നിൽക്കാറില്ല. ചെങ്ങാനും ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളെ കാണിക്കാനായിട്ട് ചുറ്റും കുറെ ആൾക്കാരുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തെങ്കിലും നമുക്ക് അയച്ചു തരും, ഇത് കണ്ടിരുന്നോന്നോ. അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു മൂഡ് പോലെ ഇരിക്കും. നമ്മളൊരു എന്തെങ്കിലും ആയിട്ട് പോട്ടെ, അവരെന്തെങ്കിലും എഴുതിയിട്ട് പോട്ടെ എന്നുള്ള മൂഡിലാണെങ്കിൽ അതങ്ങനെ കളയും. എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? സോഫാർ ഭയങ്കര നല്ലതാണ്. അതല്ലേ ഒരാൾ ഈ ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമന്റ് ഇടുന്ന അതേ ഒരു ലെവൽ ഓഫ് ചീപ്നെസ്സിൽ ആരും അങ്ങനെ നിക്കില്ല. അവനവന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കും. ഇതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നേരിട്ട് കാണുന്നില്ല. എന്ത് ഷിറ്റ് വേണമെങ്കിലും നമുക്ക് പറയാം. അവിടെ നേരിട്ട് അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ നിലയും വിലയൊക്കെ നോക്കൂല്ലോ. നമ്മൾ ഒരാളുടെ അടുത്ത് പോയി നമ്മുടെ സ്റ്റാൻഡേർഡ് കളഞ്ഞ് നമ്മൾ സംസാരിക്കില്ല. അതുകൊണ്ട് നേരിട്ട് അങ്ങനത്തെ ഇതിലത്തെ വൃത്തിയായിട്ട കമന്റ്സ് പോലത്തെ വൃത്തിയായിട്ട ആൾക്കാരെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ലൈഫിലാണെങ്കിലും എനിക്ക് പേഴ്സണലി അറിയുന്ന രീതിയിലാണെങ്കിലും ഒത്തിരി ഡൗൺഫോൾ, ഇപ്പം അർജുൻ ചേട്ടൻ്റെ ഇതിലാണെങ്കിലും ഒത്തിരി ഡൗൺഫോൾസ് നിങ്ങൾ കണ്ടു. നിങ്ങളത് എനിക്കൊന്ന് ഒരുമിച്ച് നിന്നാണ് നിങ്ങളത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് മൂവ് ഓൺ. എന്തേച്ചി ചാടി വരില്ലല്ലോ? അങ്ങനെയൊന്നും വരില്ല. പക്ഷെ തൊടാൻ പോവോ, അടുത്തോട്ടൊക്കെ വന്നാലേ ഉള്ളൂ ഒരു പ്രശ്നം. അവനൊരു സ്ത്രീ വിരോധിയാണല്ലേ. പറയിലോട്ട് നിക്കണോ? അടുത്തോട്ട് വരാതെ അവിടെ വരുമൊന്നുമില്ല. ശരി ശരി, അത് തന്നെ മമ്മ ഇവിടെ ഉണ്ട്, അവിടെ പോകണല്ലോ. ഇതാണ് എൻസോ. എൻസോ എൻസോ കുറച്ചും കൂടി നമ്മുടെ വീട്ടിൽ കാര്യങ്ങളുടെ തിരിച്ചറിവൊക്കെ ഉള്ള ഒരു ഡോഗാണ്. വേറെ ആരെയും അങ്ങനെ ഇഷ്ടമല്ല. വേറെ ആനിമൽസിന്റെ അടുത്ത് അങ്ങനെ മിംഗ്ലിങ് അവന് നമ്മളെ ഇഷ്ടമുള്ളൂ. വേറെ ആനിമൽസുമായിട്ടുള്ള ബന്ധം, കിളികളെ കണ്ട അടിച്ചു കൊല്ലുവാണ്. പൊതുവെ ഡോഗ് അർജന്റീനോ അതർ ആനിമൽസിനോടുള്ള ടോളറൻസ് ഇല്ല. അത് ബ്രീഡ് എടുക്കുമ്പോഴേ പറയുന്നുണ്ട്. മറ്റുള്ള ഡോഗ്സുമായിട്ട് അത്ര മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബ്രീഡ് അല്ല ഡോഗ് അർജന്റീനോ. കാനഗോഴ്സും അല്ല. അങ്ങനെ ഡോഗ് പാർക്കിലൊന്നും അങ്ങനെ ഫോറിനേഴ്സ് കൊണ്ടുപോകില്ല കാനഗോഴ്സ്. ഇപ്പോഴത്തെ വലിയ മെയിൽ ഡോഗ് ഇതാണ്. അതെ. ഇത് എത്ര വയസ്സുണ്ട്? 4. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഡോഗ് മരിച്ചു പോയത്. അവനിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ അവന് 6 വയസ്സായിരുന്നേ. പിന്നെ നമ്മുടെ ഫീമെയിൽ കാനഗോഴ്സ് ഉണ്ട്, അവൾക്ക് 5 വയസ്സ്. അവളിൽ നിന്ന് 1 വയസ്സ് കുറവാണ് ഇവന് 4 വയസ്സ്. ബൈ. ഇതൊക്കെ നമ്മൾ പറയുന്ന ലാംഗ്വേജ് ഒക്കെ ഇവർക്ക് മനസ്സിലാവൂല്ലേ? നമ്മളെ ടോണ് ലാംഗ്വേജിനല്ല, എല്ലാം ടോണും വോയിസ് മോഡുലേഷൻ വെച്ചിട്ടാണ്. നമ്മൾ കൂട്ടി കയറണമെന്ന് പറഞ്ഞ പോലെ ആയിരിക്കില്ല വെളിയിൽ നിന്ന് ഒരാൾ വന്ന് പറയണം. പക്ഷെ നമ്മുടെ ആ മോഡുലേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ടൂ മച്ച് സെന്റൻസുകളൊക്കെ പറയാതെ ഷോർട്ട് വേർഡ്സ് അങ്ങനെ പറയുമ്പോൾ ഡോഗ് കുറെ കൂടെ റെസ്പോണ്ട് ചെയ്യും.
ഇവിടെ അർജുൻ ചേട്ടനെ പോലെയാണ് ഇവിടെ എല്ലാരും സംസാരിക്കുന്നത്, അതുകൊണ്ടില്ല ഒന്നും ചെയ്യില്ല. നോക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലുക്ക്. വെറൈറ്റി ആയിട്ട് മാറി സംസാരിച്ചാൽ അവര് കേൾക്കൂല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സിന്റെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോഴത്തേനും എങ്ങനെയാണ് ചേച്ചി അത് ഫേസ് ചെയ്യുന്നത്? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ വായിക്കാറില്ല, നോക്കാറില്ല. പ്രൊഫൈലില് എനിക്ക് അഗൻസ്റ്റ് എന്തിട്ടാലും ഞാൻ ഡിലീറ്റ് ചെയ്യും. ഒന്നും ഞാൻ വെക്കാറില്ല. എന്റെ വീട് പോലെയാണ് എന്റെ പ്രൊഫൈൽ. എന്റെ വീട്ടിൽ കയറിയ ഒരു നോൺസെൻസ് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല. സോ ഇസ് മൈ പ്രൊഫൈൽ. എന്റെ പ്രൊഫൈലിൽ ഒരു നോൺസെൻസ് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യും. വേറെ വല്ല മീഡിയ പേജിലൊക്കെ പോയി എന്തോ പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളടുത്ത് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന പേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്യാറുണ്ട്. നമുക്ക് അഗൻസ്റ്റ് ടു മച്ച് ഒരു ബുള്ളിങ് ഒക്കെ വരുമ്പോൾ അവർ കമന്റ്സ് റെഗുലേറ്റ് ചെയ്യാറുണ്ട്. നമുക്കത് വിഷമാവണ്ടെന്നൊക്കെ വിചാരിച്ച് അത് നമ്മൾ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെയൊക്കെ ഗ്രോത്തിൽ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒരു കൈയുള്ള ആൾക്കാരാണ് ഈ മീഡിയ പേഴ്സൺസ് എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ വേറൊരു കൈയല്ല, മെയിൻ 99% അവരുടെ ഒരു ഇതിലാണ് നമുക്ക് എല്ലാവരുടെയും എക്സിസ്റ്റൻസ് ഉള്ളത്. അല്ലെങ്കിൽ പറയാനേ പറ്റില്ല. അതെങ്ങനെ? പക്ഷെ അത് തന്നെ ഒരു നെഗറ്റീവ് രീതിയിൽ പോകുന്ന ഈ സംഭവമുണ്ട്. അതായത് ഒരേപോലെ വളർത്തുന്നവരുണ്ട്, നമുക്ക് വിരോധം വളർത്തിയെടുക്കാനായിട്ട് നിൽക്കുന്ന മീഡിയ പീപ്പിൾസും ഉണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡെയിലി പരിചയപ്പെടുന്ന ആൾക്കാരിൽ ഉണ്ടല്ലോ, നല്ല ആൾക്കാർ കാണും, ബാഡ് ഇന്റൻഷൻസ് ഉള്ളവർ കാണും. നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോഷ്യൽ മീഡിയ അങ്ങനെ തന്നെ, നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും, നമുക്ക് നെഗറ്റീവ് തരുന്ന ആൾക്കാർ കാണും. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. നമുക്ക് ടു നെയ്വ് ആയിട്ടുള്ള ആൾക്കാർ, ഇതൊന്നും താങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഇതിലോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. വന്നിട്ട് ക്രിബ് ചെയ്ത് ബഹളം വെക്കുന്ന, എൻ്റെ അമ്മ ഭയങ്കര നെയ്വായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം കുറെയൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, അങ്ങനെ ശ്രദ്ധിക്കരുത്, ഇത് വിട്ട് കളയൂ എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് പറ്റിയ ഒരു പ്ലേസേ അല്ല സോഷ്യൽ മീഡിയ. കുറച്ച് ഒരു ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. ബിക്കോസ് അത്രയും ട്രെച്ചറസ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പ്രത്യേകിച്ച് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു മടിയില്ലാതെ മറ്റേ ഉളുപ്പെന്നൊക്കെ സംഭവം ഒട്ടും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ആ ഒരു ലെവലാണെന്ന് പോലും നോക്കാണ്ടാണ് കമന്റ് ചെയ്യുന്നത്. ഈവൻ ഒരു ബിലോ 15 years ഒക്കെ വരെയുള്ള കുട്ടി പലപ്പോഴും കമന്റ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊച്ചു പയ്യന്മാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ ബാക്കിലുള്ളത്. സോ അത് ഉണ്ട്. ഈ ഒരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഒരു കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ആൾക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോകും. പക്ഷെ എനിക്കൊന്ന് ചേച്ചിയുടെ പ്രൊഫൈലിലേക്ക് ഒന്നും കൂടെ പോസിറ്റീവ് ആണ്, കുറച്ചും കൂടെ കൂടുതലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് വരുമായിരിക്കാം. പക്ഷെ യൂഷ്വലി വരുന്ന ഒരു രീതി നോക്കുമ്പോൾ എനിക്കൊന്ന് നിങ്ങളൊന്നും കൂടെ ആൾക്കാർക്ക് ഇഷ്ടം ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ചേച്ചി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ് ഉള്ളത്. അതെ അതെ അല്ലേ? അപ്പൊ അതിൽ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ പോലും മെജോറിറ്റി ഞാൻ അപ്പുറത്ത് നിൽക്കണം. ഇതാണ് നന്ദു അല്ലേ? നന്ദു. വീട്ടില് നന്ദു നന്ദികേശ്വർ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും, ഞാൻ പറഞ്ഞ സൂവില് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. ചേട്ടന് ഭയങ്കര പേടി, എനിക്ക് കാണിക്കാൻ തന്നെ പേടിയാവുന്നുള്ള രീതിയിലാണ്. വണ്ടി ചവിട്ടൽ